നമസ്കാരം, ആസ്ട്രോ വാസ്തുവിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവുക. രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവ രീതികളെ പറ്റിയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. രോഹിണി നക്ഷത്രം ഇടവൻ രാശിയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ചന്ദ്രനാണ്. ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം എന്ന പേരിൽ പ്രസിദ്ധമായ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരുമായിരിക്കും. കുലീനത, മധുരഭാഷണം, പെട്ടെന്നുള്ള കോപം, നീതിന്യായ താല്പര്യം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ഇവർ സാമർഥ്യത്തോടുകൂടി ചെയ്തിരിക്കും. മാതാവുമായി ഇവർക്ക് നല്ല ബന്ധമായിരിക്കും. സ്നേഹം, വാത്സല്യം, ദയ, പരോപകാര പ്രവണത, മുഖശ്രീ എന്നിവ ഇവരുടെ ഗുണങ്ങളാണ്. മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ ഇവർക്ക് അസാമാന്യമായ കഴിവാണ്. ധാരണാശക്തി ഇവർക്ക് കൂടിയിരിക്കും. ബുദ്ധിയേക്കാൾ ഹൃദയമാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളെയും ഭരിക്കുന്നത്. സ്നേഹം തോന്നിയാൽ എന്തും ചെയ്യും. വിരോധം തോന്നിയാൽ എന്തുപദ്രവവും ഇവർ ചെയ്തിരിക്കും. സ്വന്തം കഴിവുകളെപ്പറ്റി ഇവർക്ക് വലിയ മതിപ്പാണ്. നിവൃത്തിയുള്ളിടത്തോളം സത്യമായോ ആത്മാർത്ഥമായോ പെരുമാറുന്ന സ്വഭാവക്കാരാണിവർ. സഹനശക്തിയിലും ക്ഷമാശീലത്തിലും ഇവർ വളരെ പിന്നോക്കം നിൽക്കും. പല വിഷയങ്ങളെക്കുറിച്ചും അറിവ് സമ്പാദിക്കാൻ ഇവർക്ക് വലിയ ബിരുദമാണ്. അതിര് കടന്ന സ്വാതന്ത്ര്യ ബുദ്ധി ഇവരെ ഒരു രംഗത്തും വെച്ചുകൊണ്ടിരിക്കുകയില്ല. വരവ് ചിലവുകളെക്കുറിച്ച് നോക്കാതെ അപ്പോഴപ്പോഴുള്ള സുഖത്തിനും സംതൃപ്തിക്കും വേണ്ടി ചിലവിടുന്ന പ്രകൃതക്കാരാണിവർ. സാമൂഹ്യ പ്രവർത്തനങ്ങളിലും നല്ലവണ്ണം ശോഭിക്കാൻ കഴിയും. പക്ഷേ അവയിലെല്ലാം തന്നെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും. പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ മിക്കവാറും ഇവർക്ക് കുറവായിരിക്കും. എന്നാൽ ഇവർ അസാമാന്യമായ മാതൃഭക്തിയുള്ളവരായിരിക്കും. നിസ്സഹായതയുടെ അടിത്തട്ടിൽ നിന്നും വളരെ ഉയർന്നു വന്നിട്ടുള്ളവരും ഈ നാളുകാരിൽ കാണപ്പെടുന്നു. രക്തദോഷം, രക്തക്കുറവ്, പിത്തപ്രധാനമായ രോഗം ഇവയിലേതെങ്കിലും ചിലപ്പോൾ ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. 18-36 വയസ്സുകൾക്കിടയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളെയും നേരിടേണ്ടി വരും. ഇവർ ജീവിതത്തിൻ്റെ അന്ത്യകാലത്ത് ആണ് സുഖം അനുഭവിക്കുന്നത്. അന്ത്യകാലത്തെ മക്കളെല്ലാവരും വളരെ നല്ല നിലയിലാകും. അവരെ കണ്ട് സന്തോഷിച്ച് സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ആണ് മരണം സംഭവിക്കുന്നത് ഇവർക്ക്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ അധികവും യോജിച്ചതായിരിക്കും. ഇവർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരായിരിക്കും. സൗശീലാദി ഗുണങ്ങളും ഉണ്ടായിരിക്കും. ആഡംബരഭ്രമം അല്പം കൂടുമെങ്കിലും അതോടനുബന്ധിച്ചിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇവർക്കുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഹൃദയ ദൗർബല്യം അല്പം കൂടുതലായിരിക്കും. ആരോഗ്യവും കർമ്മകുശലതയും ഇവരിൽ നൈസർഗികമായി കാണാം. ഗ്രഹജീവിതത്തിൽ ഇവർക്ക് വലിയ പരാജയം സംഭവിക്കാറില്ല. കുടുംബജനങ്ങളുടെ സ്നേഹവാത്സല്യം സമ്പാദിക്കാൻ ഇവർക്ക് കഴിയും. എന്നിരുന്നാലും രോഹിണി നാളുകാർ ആയ സ്ത്രീകൾക്ക് കൂടുതലും മുൻകോപമുള്ള സ്ത്രീകളായിരിക്കും. പക്ഷേ ഭർത്തൃഭാഗ്യവും സന്താനഭാഗ്യവും ഇവർക്കുണ്ടായിരിക്കും. പിന്നെ ഓരോരുത്തരുടെയും ഗ്രഹനില അനുസരിച്ചാണല്ലോ ഏതും ഉണ്ടാകുന്നത്. അനുഭവങ്ങളെ ദേവാലയ നിർമ്മാണം, മംഗളകർമ്മങ്ങൾ ഏതിനും ഈ നക്ഷത്രം കൊള്ളാം. രോഹിണി നാളുകാരുടെ ജനനം ചന്ദ്രദശയിലാണ്. സാമാന്യേന 5 വയസ്സ് വരെയാണ് ഇത് കാണുന്നത്. അത് ഗ്രഹനില അനുസരിച്ച് എപ്പോഴാണ് ജനിച്ചതെന്ന് നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. തുടർന്ന് ചൊവ്വ 7 വർഷം, രാഹുർ 18 വർഷം, വ്യാഴം 16, ശനി 19, ബുധൻ 17. ഈ ക്രമത്തിൽ ഇവർക്ക് ദശാകാലങ്ങൾ നടക്കുന്നു. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതാണ്? തിരുവാതിര, പൂയം, മകം, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. പിന്നെ ഇവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഈ രാഹുർ ദശ, ശനി ദശ, കേതുർ ദശ എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവേ അശുഭങ്ങളാണ്. ശനിദശയിൽ ഏറ്റവും കൂടുതലായിട്ട് വിഷമിക്കുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇക്കാലത്തെ ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. രോഹിണി നക്ഷത്രജാതർ പതിവായി ചന്ദ്രനെയും ചന്ദ്രൻ്റെ ദേവതകളെയുമാണ് ജപിക്കേണ്ടത്. പതിവായി ചന്ദ്രപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ദിവസവും ജപിക്കണം. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവയൊക്കെ ഉത്തമമാണ്. തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും പൗർണമിയും രോഹിണി നക്ഷത്രവും എന്നിങ്ങനെയുള്ള ദിവസങ്ങൾ വന്നാൽ അന്ന് വ്രതം അനുഷ്ഠിക്കുകയും ചന്ദ്രപൂജ നടത്തുകയും ചെയ്യണം.
ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുള്ളവർ ഭദ്രകാളി ഭജനം, ക്ഷേത്ര ദർശനം എന്നിവയും നടത്തണം. പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനം നടത്തണം. അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും നടത്തണം. രോഹിണി നക്ഷത്രക്കാർക്ക് അഭികാമ്യമായ നിറം വെള്ളയും ചന്ദന നിറവുമാണ്. മന്ത്രം. രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവത ബ്രഹ്മാവാണ്. അതുകൊണ്ട് ജപിക്കേണ്ട മന്ത്രം ഓം ബ്രഹ്മണേ നമഃ. ജീവിതകാലം മുഴുക്ക എല്ലാ ദിവസവും ഇത് ജപിച്ചാൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. നക്ഷത്രം മൃഗം, പാമ്പ്, വൃക്ഷം ഞാവൽ, ഗണം മനുഷ്യഗണം, യോനി സ്ത്രീ, പക്ഷി പുള്ള്, ഭൂതം ഭൂമി. അപ്പോൾ മൃഗത്തെ ഉപദ്രവിക്കരുത്, പാമ്പിനെ ഉപദ്രവിക്കാൻ പാടില്ല. വൃക്ഷം ഞാവലാണ്. വൃക്ഷം കണ്ടു കഴിഞ്ഞാൽ അതൊന്നും വെട്ടിക്കളയരുത്, വീട്ടിൽ വളർത്തിയാലും നല്ലതാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.